നമ്മൾക്കൊപ്പം ഇപ്പോൾ സനോജ് കൂടി ചേരുന്നുണ്ട് മുണ്ടക്കയത്ത് നിന്നും. സനോജ്, ഈ പരിക്കേറ്റവരെയൊക്കെ വിവിധ ആശുപത്രികളിലേക്കാണോ, കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ മുണ്ടക്കയത്തേക്കുമൊക്കെ മാറ്റിയിട്ടുണ്ടോ? ചിലപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ്. പരിക്കേറ്റവരെ ആദ്യം എത്തിക്കുന്നത് ഇവിടെയാണ്. 17 പേരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. മന്ത്രി VN വാസവൻ വിവരമറിഞ്ഞ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പരിക്കേറ്റ മുഴുവൻ ആളുകളെ നേരിൽ സന്ദർശനം നടത്തി അവരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. ഇപ്പോൾ മന്ത്രി ആശുപത്രി അധികാരികളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊടുപുഴയിലെ അദാലത്ത് ഒഴിവാക്കിയാണ് മന്ത്രി അപകട വിവരം അറിഞ്ഞ ഇവിടേക്ക് എത്തിയത്. ഈ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾ 17 പേരെ ഈ മുണ്ടക്കയത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലാണ്. 3 പേരുടെ മൃതദേഹം ഇവിടെയാണ് ഉള്ളത്. ഒരാളുടെ മൃതദേഹം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ഗുരുതരമായി പരിക്കേറ്റ 4 പേരാണ് മരണമടഞ്ഞത്. പുലർച്ചെ 6:10 അപകടം സംഭവിച്ചത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്നും പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുമിത്രാദികളെ വിട്ടുനൽകും. എത്രയും വേഗം മൃതദേഹം ഇവിടെ മാറ്റാനുള്ള ഒരു തീരുമാനമാണ്. മന്ത്രി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. മന്ത്രിയെ നമുക്ക് ഫോണിൽ ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ മന്ത്രിയിൽ നിന്ന് ലഭിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സിപിഎമ്മിന്റെ സെക്രട്ടറി കെ രാജേഷ്, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള PN ഡീൻ ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിക്കൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ മുഴുവൻ ആളുകളിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. 17ഓളം ആളുകളാണ് കാഷ്വാലിറ്റി ഉള്ളത്. അവരാണ് ഇപ്പോൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ ഇവരെ മറ്റു സ്ഥലത്തേക്ക് മാറ്റാമെന്നുള്ളതാണ് ആശുപത്രി അധികൃതർ. ഇപ്പോൾ 2 പേരുടെ നില ഗുരുതരമാണല്ലേ? ഇപ്പോൾ 2 പേരുടെ നില ഗുരുതരമാണോ? ആകെ പരിക്കേറ്റവർ 2 പേരുടെ നില ഗുരുതരമാണ്. അവരെയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെയാണ് ഉള്ളത്. ഈ ബസ്സിൽ 34 പേരാണ് ഉണ്ടായിരുന്നു. 3 ജീവനക്കാരായിരുന്നു. ഈ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ചികിത്സയിൽ കഴിഞ്ഞ ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണ് മരണസംഖ്യ 4 മാറുന്നത്. ഇപ്പോൾ മറ്റൊരാൾക്ക് കൂടി ഗുരുതരമായി പരിക്കേറ്റുണ്ട്. അവരിപ്പോൾ പാലായിലെ ആശുപത്രിയിലാണ് ഉള്ളത്. ബാക്കിയുള്ള 17 പേരുടെ ചികിത്സയിലുണ്ട്. മറ്റുള്ള ആളുകൾക്ക് പരിക്ക് സാരമല്ല എന്നുള്ളതാണ് ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ അപകടത്തെക്കുറിച്ച് അത് ആ സമയത്തുണ്ടായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലുമായി ബസ്സിലുണ്ടായിരുന്നവരോട് സംസാരിച്ചോ സനോജ്? തീർച്ചയായിട്ടും രാജശേഖരൻ പിള്ള എന്ന് പറയപ്പെടുന്ന അമേരിക്കൻ സ്വദേശിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പുലർച്ചെ 6:10 അപകടം സംഭവിക്കുന്നത്. അപ്പോൾ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായതുകൊണ്ട് എല്ലാവരും വാഹനത്തിൽ ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിനിടയിലാണ് ഈ അപകടമുണ്ടായത്. അപകടമുണ്ടായ ഉടൻ തന്നെ തന്റെ ചുമലിലേക്ക് 3 പേർ കൂടി വന്ന് വീഴുകയായിരുന്നു. അങ്ങനെയാണ് താൻ ഞെട്ടി ഉണരുന്നത് എന്ന് പറയുന്നു. മന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ബസിന്റെ ജീവനക്കാരൻ ഒരാൾ പറഞ്ഞത് താൻ വവ്വാലി കിടക്കുന്ന പോലെ 2 കമ്പിയിൽ ഞാണ് കിടന്നതുകൊണ്ടാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് മന്ത്രിയോട് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ജീവനക്കാരൻ പറഞ്ഞത്. അങ്ങനെ വലിയൊരു ദുരന്തമായിരുന്നു. ആ ദുരന്തം വഴിമാറിയത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് അപകടത്തിന് കാരണം എന്നുള്ളതാണ് ജീവനക്കാർ. ഡ്രൈവർ ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മന്ത്രി ഡ്രൈവറോട് വിവരങ്ങൾ ചോദിച്ചപ്പോൾ മന്ത്രിയോട് അദ്ദേഹം പറഞ്ഞത് ബ്രേക്ക് നഷ്ടപ്പെടുകയായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ ശ്രമിച്ചു. ഹാൻഡ് ബ്രേക്ക് വലിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ക്രാഷ് ബാരിയറിൽ പോയി വാഹനം പിടിച്ചു. അപ്പോഴേക്കും അല്പം വേഗത കുറഞ്ഞു. വലിയ കുത്തിറക്കമാണ്, കൊക്കയുള്ള പ്രദേശമാണ്. പിന്നീട് വാഹനം കുഴിയിലേക്ക് പോകുമ്പോൾ മരത്തിൽ തട്ടി നിന്നതിനാൽ വൻ ദുരന്തം വഴിമാറി എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അങ്ങനെയാണ് വിവരങ്ങൾ മന്ത്രിയുടെ ഡ്രൈവർ ഈ ആശുപത്രി സന്ദർശിച്ച വേളയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു വഴിമാറി ഉണ്ടാവേണ്ടിയിരുന്നത്. അത് വലിയ ദുരന്തം വഴിമാറി എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. 4 പേർ മരണപ്പെട്ടു എന്നുള്ളത് സങ്കടകരമായ വാർത്തയാണെങ്കിൽ പോലും വാഹനത്തിൽ 34ഓളം പേരുണ്ടായിരുന്നു. വലിയ കൊക്കയിലേക്കാണ് വാഹനം. ശരി സനോജ്.